സാറേ, വെഞ്ഞാറമൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടരുകയാണ്. അതിനിടയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന ഒരു ചർച്ചയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ മാർക്കോ എന്ന ഉണ്ണി മുകുന്ദൻ്റെ സിനിമയ്ക്ക് വലിയ രീതിയിൽ പങ്കുണ്ട് എന്ന രീതിയിൽ. കാരണം അതിൽ വലിയ വയലൻസ് ആണ്. അങ്ങനെ ഇത്തരം വയലൻസ് സിനിമകളാണ് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുകയും ഈ കൊലപാതകയെ പോലുള്ളവരെ ആ സിനിമ സ്വാധീനിക്കുകയും ഇങ്ങനെ കൊലപാതകങ്ങൾ നടത്തുന്നു എന്നാണ് ചില ബുദ്ധിജീവികൾ പറയുന്നത്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? അത് സമൂഹത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പ്രത്യേകിച്ചും കുട്ടികളെയും യുവ മനസ്സുകളെയും കൗമാര മനസ്സുകളെയും സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ബ്ലഡ് ആൻഡ് വയലൻസ് ഫിലിംസ് എന്ന് പറയും. അതുകൊണ്ടാണല്ലോ സെൻസർ ബോർഡിനെ തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത്. അത്തരം സിനിമകൾ ആ വയലൻസിൻ്റെ ആധിക്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പലതും കട്ട് ചെയ്യാറുമുണ്ട്. അഡൾട്ട് സൊള്ളി എന്ന് പറയുമ്പോൾ ഇതും വരുന്നുണ്ട്. സെക്സ് മാത്രമല്ല, ഇതിനകത്തെ സ്റ്റണ്ടും അമിതമായിട്ട് പോയി കഴിഞ്ഞാൽ, വയലൻസും അമിതമായിട്ട് പോയി കഴിഞ്ഞാൽ മനസ്സുകളെ അത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക്ഹോം എഫക്റ്റ് എന്ന് പറയുന്നൊരു ഇഫക്റ്റുണ്ട്. വയലൻസ് ഇപ്പോൾ ഒരാളിനോട് ചെയ്യുവാണെങ്കിൽ തന്നെ, വയലൻസ് കൊലപാതകമല്ല, ആക്രമം ഒരുപാട് പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന ആൾക്ക് ഈ പീഡകന് നേരെ പേടി കൊണ്ട് ഒരു മനോഭാവം ഉണ്ടാവും. അല്ലെങ്കിൽ അടിമത്വം പറഞ്ഞാൽ കേൾക്കുന്ന ഒരു മനോഭാവം ഉണ്ടാവും. അങ്ങനെയാണ് ആന, ആ സ്റ്റോക്ക്ഹോം എഫക്റ്റിൻ്റെ ആന എഫക്റ്റാണ് അവിടെ. അടിമയായി തീരുക, സ്വന്തം ശക്തി പോലും മറക്കും. അതെ, തീവ്രവാദികൾക്ക് മുമ്പിൽ ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നാണ് ഞാൻ പറയുന്നത്, അതുണ്ടാവും. എന്ന് പറയുന്ന പോലെ ഈ വയലൻസ് കാണിക്കുമ്പോൾ കൊച്ചുകുട്ടികളുടെ ഉള്ളിലുള്ള ഒരു പ്രവണത എന്ന് പറയുന്നത് അത് അനുകരിക്കുക എന്നുള്ള പ്രവണത. അതുകൊണ്ടാണ് കൊച്ചുകുട്ടികളെ അത്തരം സിനിമകൾ കാണിക്കരുതെന്ന് പറയുന്നത്. യു സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകളെ കാണിക്കാവൂ എന്ന് പറയുന്നത്. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും സ്പേസ് ഇല്ല ഇവിടെ. ഇതാ നമ്മുടെ ഈ മൊബൈൽ ഫോണിലൂടെ, അതിൻ്റെ സൈബർ തലങ്ങളിലൂടെ ഏത് തരം ഫിലിമും ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും ഏത് നേരവും വേണമെങ്കിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഉണ്ട്. ഇപ്പോൾ നോക്കൂ, മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു അഡിക്റ്റ് വസ്തുവായിട്ട് മാറിയിട്ട് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ അമ്മമാരെ കൊല്ലുകയാണ് കൊച്ചുകുട്ടികൾ. അല്ല, നമുക്കൊരു മാർക്കോ എന്നൊരു സിനിമയോ ഉണ്ണി മുകുന്ദനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അതിനേക്കാൾ കുറേ പടങ്ങളും മറ്റു രാജ്യങ്ങളിലെ സിനിമകളും നമ്മുടെ മൊബൈലിൽ തന്നെ ലഭിക്കുകയാണ്. അപ്പോൾ ഒരു കേരളത്തിലൊരു സിനിമ ഇറങ്ങിയാണ് കേരളം നശിച്ചതെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഈ ലോകം തന്നെ ഒരു ചെറിയൊരു ഗ്രാമമാണ്, ഒരു വില്ലേജായി മാറിയിരിക്കുന്ന അവസ്ഥയല്ലേ. നമുക്കിപ്പോൾ ലോകത്തിനെ മുഴുവൻ നന്നാക്കാനൊന്നും പറ്റുകയില്ല. വിദേശത്തുനിന്ന് വരുന്ന സിനിമകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുകയില്ല. പക്ഷേ നമ്മുടെ അച്ഛനമ്മമാർക്ക് ഈ മൊബൈലിൻ്റെ ഉപയോഗം നിയന്ത്രിക്കാൻ കുട്ടികളെ കർശനമായിട്ട് അതിന് നിർദ്ദേശിക്കാം. എപ്പോഴാണിത് വയലൻസായിട്ട് വരുന്ന, കുട്ടികൾ അമ്മയെ കൊല്ലുന്ന സിറ്റുവേഷൻ വരുന്നത്? കുട്ടികൾ ഈ മൊബൈൽ അഡിക്റ്റ് ആയതിനു ശേഷം അത് നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. നോക്കൂ, ഒരു മദ്യപൻ ഈ മുറിയിലിരുന്ന് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുക. അവൻ കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഇറങ്ങിപ്പോടാം, ഇവിടെ മദ്യപാനം പാടില്ല. പക്ഷേ ഇവൻ കഴിച്ച് അതിൻ്റെ ഒരു വലിയ ഒരു ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ, ഫിറ്റായി കഴിയുമ്പോൾ മദ്യപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ കയ്യേറ്റം ചെയ്യും. മനസ്സിലായി? ഇത് തന്നെയാണ് ഈ കുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. കൊച്ചുനാളിൽ തൊട്ടേ ആഹാരം കഴിക്കാൻ വേണ്ടി മൊബൈൽ വെച്ച് കൊടുക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് പല അമ്മമാരും. എളുപ്പമാണ്, കുറേ ഏറെ ആഹാരം കഴിച്ചാൽ കൊച്ചിന് നല്ല വണ്ണവും നീളവും ഒക്കെ. ഇപ്പോഴുള്ള എല്ലാ അമ്മമാരെയും എന്തൊരു വിഡിത്തങ്ങളാണ് ഈ അമ്മമാർ ചെയ്യുന്നത്. പ്രായ വ്യത്യാസമില്ല, സാധാരണഗതിയിൽ കുട്ടിക്ക് വിശപ്പുണ്ടെങ്കിൽ കുട്ടി ആഹാരം കഴിച്ചോളും. നിങ്ങൾക്ക് ഈ തീരെ വിശപ്പില്ല, 2-3 നേരം ആഹാരം കഴിക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം. എന്തോ അസുഖമാണത്. സ്വാഭാവികമായിട്ട് നല്ല വിശപ്പോട് കൂടി കുട്ടികൾ ആഹാരം കഴിക്കും. ഇത് അമിത ഭക്ഷകരാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ മൊബൈൽ കാണിച്ചു കൊണ്ട് അങ്ങനെ കുത്തിച്ചെലുത്തുക ആഹാരങ്ങൾ. അതിൻ്റെ ഫലമായിട്ട് ഈ ഒബേസിറ്റി എന്ന് പറയുന്ന അമിതവണ്ണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമായിട്ട് വരുന്നതെന്ന് സാധാരണപ്പെട്ട ഡോക്ടർമാരെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ആരും ഇത് കേൾക്കുന്നില്ല. മൊബൈലും അങ്ങോട്ട് അടുത്തോട്ട് ഇവൻ്റെ കയ്യിലോട്ടും അങ്ങ് കൊടുക്കും. ഇപ്പോൾ അമ്മമാർ, പണ്ടൊക്കെ എന്നോടൊരു അമ്മ പറഞ്ഞത്, എൻ്റെ മോൻ 2 വീഡിയോ ഒരുമിച്ച് വലിക്കും വലിയൊരു മിടുക്കായിട്ട്. വീഡിയോ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞാൽ നിന്നെക്കൊണ്ട് ഇതിന് കഴിയില്ലല്ലോ, എൻ്റെ മോൻ 2 വീഡിയോ വലിക്കും ഒരുമിച്ച് ചുണ്ടിൽ വെച്ചിട്ട്. അപ്പം ഞാനെന്തൊരു മണ്ടനാണെന്ന് ഞാൻ വിചാരിച്ചു പോയി എന്ന് പറയുന്ന പോലാണിപ്പോൾ മൊബൈൽ എടുത്തിട്ട് എൻ്റെ ചില അമ്മമാർ, എനിക്ക് മൊബൈലിൽ കൂടെ എൻ്റെ 2 വയസ്സുള്ള കുഞ്ഞെടുത്ത ഫോട്ടോയാണ് അഭിമാനപൂർവ്വം പറയുക. ഞാൻ വിചാരിച്ചത് എന്താ ഈ അമ്മമാർക്ക് ഇത്ര വിവരമില്ലാതെ വരുന്നത്? കുട്ടികളും വിവരമില്ലാതെ വരില്ലേ അപ്പോൾ? അതുപോലെ തന്നെ ജനിച്ച് പിടഞ്ഞ് വീണ് കിടക്കുന്ന കുട്ടിയുടെ, കരഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് വരുന്ന കുട്ടിയുടെ ചിത്രമെടുത്ത് അയക്കുക. നമ്മൾ തന്നെയല്ലേ ഈ കുട്ടികളെ പിഴപ്പിച്ച് കളയുന്നത്? അമ്മമാരുടെ അത് നിയന്ത്രിക്കാൻ കഴിയില്ലേ?
അപ്പം പിന്നെ മൊബൈലിൽ കൂടെ ആ പടം വരുന്നു ഈ പടം വരുന്നു എന്നുള്ള പരാതിക്ക് സ്ഥാനമില്ലല്ലോ ഒന്നത്. അതവിടെ വെച്ച് നമ്മൾ നിയന്ത്രിക്കണം. അല്ല ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, പോലീസിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ഉത്തരവാദിത്വമാണ് സമൂഹത്തിനോട്, നമ്മുടെ അടുത്ത തലമുറയോട് ഒന്നത്. രണ്ടാമത്തെ കാര്യമാണ് ഈ സിനിമ. കൗമാരപ്രായമാകുമ്പോൾ സിനിമകൾ കാണാൻ പോകും, തിയേറ്ററിൽ പോകും. മൊബൈലില്ല, തിയേറ്ററിലാണ് പോകുന്നത്. അവിടെ പോയി കാണുമ്പോൾ അതിലിങ്ങനെയുള്ള രംഗങ്ങളൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്തും അനുകരിക്കാനുള്ള പ്രവണതയാണ് കുട്ടികളിൽ കാണുന്നത്. നല്ലതിനെ അത് അനുകരിക്കാൻ, മോശമായതിനെ അങ്ങനെ അനുകരിക്കാൻ. ഇപ്പോൾ വണ്ടി ഓടിക്കുന്നു, ഒന്ന് കണ്ടോ, നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ തിരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു. എന്തിനെ അനുകരിക്കുക? അവന് ഏറ്റവും ഇഷ്ടമുള്ള വസ്തു എന്ന് പറഞ്ഞാൽ ഡ്രൈവറാണ്. ആ ഡ്രൈവർ അവന് ഏറ്റവും അത് ഹരം പിടിക്കുന്നു. കാരണം അയാളിങ്ങനെ തിരിക്കുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങുന്നു എന്ന് പറയുന്ന പോലെ ഒരുത്തം വെട്ടുന്നു, ഒരാൾ ചാവുന്നു. അവനതിൻ്റെ ദോഷവും ഗുണമൊന്നും അറിയില്ല, അതനുകരിക്കുക, വെട്ടുക, കുത്തുക. ഞങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു. കൊച്ചുനാളിൽ ആരോമൽ ചേകവരുടെ ബാലയെ കണ്ടു. വന്നിട്ട് എന്തോ ഒരു പാള കൊണ്ടൊരു പരിചയം ഉണ്ടാക്കി, എന്തോ ഒരു സാധനം വെച്ചിട്ട്, തെങ്ങ് മടലായിരിക്കും, അത് വെച്ചിട്ട് പിന്നെ ബാറ്റും ഉണ്ടാക്കി, ബാറ്റല്ല ഈ വാളും ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ പടവെട്ടുക. അങ്കമ്പത്തിന് വാട എന്നും പറഞ്ഞ് വെല്ലുവിളിക്കുക. കുട്ടികളെല്ലാം ആ കാലത്ത് ചെയ്യുന്നിരുന്ന. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറുടെ ബാറ്റിംഗ് കണ്ടിട്ട്, അല്ലെങ്കിൽ രാഹുൽ ദ്രാവിഡിൻ്റെ ബാറ്റിംഗ് കണ്ടിട്ട് ഇവന് ഒരു പന്തും, അത് ചിലപ്പം മൂലപ്പന്തായിരിക്കും, ബാറ്റ് ഒരു മടലും എടുത്തുകൊണ്ട് എവിടെയോ എവിടെ ഇല്ല എത്രയോ ഇടത്ത് അനുകരിക്കുന്നു. ആ അനുകരണ ഭ്രമം മനുഷ്യനുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ആ അനുകരണ ഭ്രമം ഈ വയലൻസിൻ്റെ കാര്യത്തിൽ ഉണ്ടാവും, വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അഫാൻ്റെ കാര്യത്തിൽ ഇതാ പറ്റിയതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. മയക്കുമരുന്നും സ്വാധീനിക്കുന്നുണ്ട്. മയക്കുമരുന്നിനെതിരെയാണ് നമ്മൾ പോരാട്ടം നടത്തേണ്ടത്. ഇപ്പോഴും എല്ലാ സിനിമകളിലും മയക്കുമരുന്ന് കാണിക്കുന്നുണ്ട്. പല സിനിമാ നടന്മാരും ഇതിൻ്റെ അഡിക്റ്റുകളാണ്. അവരുടെ മക്കളും അങ്ങനെ അഡിക്റ്റ് ആവുന്നുണ്ട്. അത് പിടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ പോലീസുകാരനെ പീഡിപ്പിക്കുന്ന അവസരമുണ്ട്. കേരളത്തിലും ഉണ്ടല്ലത്. സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ ആളുകൂടി ഇതിൽ ഉൾപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് പിടിച്ച പോലീസുകാരെ പിടിച്ച് ചോദ്യം ചെയ്യുക, അന്വേഷണ വിധേയരാക്കുക, സസ്പെൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി അവരെ നിർവീര്യരാക്കുക. ഇതിൽ നിന്നല്ല എങ്ങനെ പുറത്തു വരാൻ കഴിയും നമ്മുടെ സമൂഹത്തിന്? അതാണ് ജനാധിപത്യ രംഗത്ത് MLA ജനപ്രതിനിധികളുടെ മക്കൾ ഇതിൽ പെട്ടുപോയാൽ അവർ ചെയ്യേണ്ടത് മറച്ചു വെക്കാനും ഒളിച്ചു വയ്ക്കാനും ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത്. സമൂഹത്തോട് ഏറ്റുപറയണം. ഒരു സിനിമാ നടനെ പറഞ്ഞല്ലോ, സിനിമാ രംഗത്തുള്ള പലരുടെയും മക്കൾ, എൻ്റെ മകൻ ഉൾപ്പെടെ ഈ ഡ്രഗിന് അഡിക്റ്റ് ആയിട്ടുണ്ടെന്ന്. ആ സത്യസന്ധത വേണം. അത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ച് പത്രങ്ങളെയും മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തുകയും പോലീസുകാരെ പിടിച്ച് ചോദ്യം ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഇത് സമൂഹത്തിലേക്കുന്ന വലിയൊരു വിപത്താണ്. ആ വിപത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കേണ്ടത്. അല്ല, ഈ സർക്കാരും ഇതാണ് പറയുന്നത്. വിപത്തെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ അത് തടയിടാൻ കഴിയും? അതിനാണ് എക്സൈസ് വകുപ്പ് തടയിടാൻ കഴിയും. തടയിടാൻ പോകുന്ന പോലീസിന് കൂച്ചുവിലങ്ങ് വയ്ക്കരുത്. അതാണിപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് ജനപ്രതിനിധി ആയാലും സ്വന്തം മക്കളുടെ മാത്രം കാര്യമല്ല നോക്കേണ്ടത്, സ്വന്തം കുടുംബത്തിൻ്റെ, സ്വന്തം സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ നോക്കിയാണ് പ്രവർത്തിക്കേണ്ടത്. എൻ്റെ മകൻ കഞ്ചാവിന് വിധേയനായിട്ടുണ്ടെങ്കിൽ അവനെ ശിക്ഷിച്ചോളൂ എന്ന് പറയാനുള്ള ആർജവമാണ് ഏതമ്മമാരും കാണിക്കേണ്ടത്. അതുപോലെ തന്നെ ഏത് ജനപ്രതിനിധിയും കാണിക്കേണ്ടത്. ജനപ്രതിനിധി എന്നുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പിടിച്ച പോലീസുകാരെ ശിക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശമാണ് നൽകുന്നത്. വളരെയധികം പടർന്ന് പന്തലിച്ച് കഴിച്ചിരിക്കുന്ന ഈ മയക്കുമരുന്ന് ഉപഭോഗം ഇത് അതിൻ്റെ നെക്സസ് നമുക്ക് തകർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ നാളെ അനുഭവിക്കാൻ പോകുന്ന അഭാന്മാരുടെ ഒരു തലമുറ, ആ തലമുറ സൃഷ്ടിക്കുന്ന ഒരു കേരള സമൂഹം അതായിരിക്കും. ഈ സിനിമയായാലും അതോടൊപ്പം തന്നെ ഈ മയക്കുമരുന്നായാലും എല്ലാത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പണം ഉണ്ടാക്കുക എന്നാണ്. ഇപ്പോൾ കേരള സമൂഹത്തിന് ആ ചിന്ത ഇപ്പോൾ വലിയ രീതിയിൽ കീഴടക്കിയിരിക്കുകയില്ല. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക, അതാണ്. അത് അങ്ങനെയായി തീർന്നുണ്ട്. കൈക്കൂലി ആയാലും എങ്ങനെ ആയാലും ബാങ്കുള്ള ഇതല്ല. നമ്മൾ കണ്ടല്ലോ ചാലക്കുടിയിൽ ആയാലും പണം ഉണ്ടാക്കി ആഡംബരമായിട്ടൊക്കെ ജീവിക്കുക, സുഖിക്കണം നമുക്കങ്ങ് എന്ന് സിനിമയിൽ ഈ രംഗങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ തന്നെ ആഡംബരങ്ങൾ കുറച്ച് ലളിത ജീവിതം നയിച്ചാലും സിനിമയിൽ ആഡംബരം കാണിച്ച് പണമുണ്ടാക്കി മാർക്കറ്റ് ചെയ്യുകയാണ് സിനിമ. മനസ്സിലായി? ആഡംബരത്തിൻ്റെ അങ്ങേയറ്റവും കാണിക്ക് ഭ്രമിപ്പിക്കുക, ഭ്രമലോകമാണത്. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതൊക്കെ തെറ്റാണ്. നല്ല സിനിമകളാണ് ഉണ്ടാകുന്നത്, നിലവാരമുള്ള സിനിമകൾ, അല്ലാതെ ഈ അടിപൊളി സിനിമകളല്ല ഉണ്ടാവേണ്ടത്. നമുക്ക് വളരെ വാസ്തവമാണ്, കഷ്ടമാണിത്. ഇതൊക്കെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള പരക്കം പാച്ചിൽ അറിയാമോ? മൊബൈൽ ഫോൺ നല്ല വിലയ്ക്കുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് SSLC ബുക്ക് വരെ പണയം വെച്ച് വാങ്ങിക്കുന്ന കുട്ടികളുണ്ട്. ആഡംബര ഭ്രമവും അനുകരണ ഭ്രമവുമാണ് കേരളത്തിൽ നടക്കുന്നുണ്ട്. SSLC ബുക്ക് അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആധാരമാണ്.
അത് പണയം വെച്ചിട്ട് മൊബൈൽ ഫോൺ വാങ്ങുന്നത്, മറ്റവനെ അനുകരിക്കാൻ വേണ്ടി. ആ അനുകരണ ഭ്രമം വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അനുകരണത്തിനുള്ള അവസരങ്ങൾ നമ്മൾ എത്രയും കുറയ്ക്കണം. എന്താ ചെയ്യേണ്ടത്? ആഡംബരം നമ്മൾ കുറയ്ക്കണം. ആവശ്യമുള്ള ഫോൺ വാങ്ങിക്കുക, മറ്റുള്ളവരെ കാണിക്കാൻ, ഷോ കാണിക്കാനുള്ള ഫോൺ വാങ്ങിക്കാതിരിക്കുക, സിനിമയിൽ കഥ പറയുക, നിങ്ങൾ ആഡംബരം കാണിച്ച ആളുകളെ ഭ്രമിപ്പിക്കാതിരിക്കുക, നിങ്ങൾ വിവാഹം നടത്തുമ്പോൾ വിവാഹം നടത്താനായി വിവാഹം നടത്തുക, നിങ്ങളുടെ പൊങ്ങച്ചങ്ങൾ കാണിക്കാനുള്ള ഒരു വേദിയായിട്ട് അതിനെ മാറ്റാതിരിക്കുക. ഇത്രയൊക്കെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, നമ്മളത് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഈ തലമുറയും അഭാനിയും ഒക്കെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ശരിയായിട്ടുള്ള ദിശയിൽ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ അവരും ശരിയായിട്ടുള്ള ദിശയിൽ സഞ്ചരിക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. മൂല്യങ്ങൾ പോവുകയാണ്. വർഗീയതയുടെ വിഷമാണ് നമ്മൾ പകർന്നു നൽകുന്നത്, അല്ലാതെ മൂല്യങ്ങളല്ല നമ്മൾ, സാരോപദേശങ്ങളല്ല നമ്മൾ നൽകുന്നത്. നമ്മുടെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം തത്വോപദേശങ്ങൾ, അതങ്ങ് നന്നാവാൻ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയണം, ലോകം തറവാടാണെന്ന് പറയണം, അവരുടെ എല്ലാ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാവാൻ നമുക്ക് കഴിയണം. അല്ലാതെ ഓരോ മതത്തിനും വളരാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയല്ല. അത് ശരിയായിട്ടുള്ള വിദ്യാഭ്യാസവും അല്ല.